നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആയൂരിൽ സാമൂഹ്യ വിരുദ്ധർ ഇരുട്ടിന്റെ മറവിൽ മതിൽ തകർത്തതായി പരാതി. ആയൂർ KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം താമസിക്കുന്ന പൂണത്തുമൂട്ടിൽ വീട്ടിൽ സാജുവിന്റെ ഉടമസ്ഥതയിലുള്ള മതിൽ തകർത്തതായാണ് പരാതി. ഇന്ന് വെളുപ്പിന് 1:30 ഒരു സംഘം ആളുകൾ ആയുധങ്ങളുമായി എത്തി മതിൽ പൊളിക്കുകയും ശബ്ദം കേട്ട് വെളിയിലിറങ്ങിയ വീട്ടുടമയെ കണ്ട് ഇവർ ഓടി രക്ഷപ്പെട്ടതായും പറയുന്നു. വീട്ടുടമ ചടയമംഗലം പോലീസിൽ പരാതി നൽകി. വീട്ടുടമയുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നതായി ചടയമംഗലം SI മോനിഷ് അറിയിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ആയൂർ. ഈ റോഡ് സൈഡിലുള്ള ഈ വസ്തു എന്റെ ഭാര്യയുടെയും കൂടെ പേരിലുള്ള വസ്തുവാണ്. ഞങ്ങൾ ഈ വസ്തുവിന്റെ അതിർത്തിയിൽ ഞങ്ങളുടെ വസ്തുവിനകത്ത് കഴിഞ്ഞ 4 മാസത്തിന് മുമ്പ് മതിൽ കെട്ടിപ്പിരിച്ച് ഞങ്ങളുടെ കാമ്പൗണ്ട് വാൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ആ കാമ്പൗണ്ട് വാൾ നിർമ്മിച്ചപ്പോൾ തൊട്ടടുത്തുള്ള വസ്തുവിന്റെയും കെട്ടിടത്തിന്റെയും ഉടമസ്ഥരുടെ പ്രതിനിധികൾ ആ വസ്തുവിന്റെ അകത്ത് നമ്മൾ അവരുടെ പണി നടക്കുന്ന സമയത്താണ് ഈ മതിൽ നിർമ്മിച്ചത്. ആ മതിൽ നിർമ്മിക്കുന്ന സമയത്ത് അവരും കൂടെ ഉണ്ടായിരുന്നു. തർക്കങ്ങളോ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒന്നും നമ്മൾ അപ്പോൾ പറഞ്ഞിട്ടില്ല. ഈ മതിൽ നിർമ്മിച്ച് ഏതാണ്ട് ഒരു 4 മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴത്തേക്ക് അവർ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 1:30 മണിക്ക് ശേഷം ഭീകരമായ ഒരു ശബ്ദം കേട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തുറന്ന് നോക്കുമ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ ഇത് നിന്ന് തല്ലി തകർക്കുകയാണ്, ഇരുമ്പ് വടികളും കമ്പിയും തെറ്റിയല്ലുമായിട്ട്. അങ്ങനെ ഞങ്ങൾ ബഹളം വെച്ചതിന് ശേഷം ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അപ്പോൾ അവരവിടെ നിന്ന് പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ ഇറങ്ങി നോക്കി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി വരുന്ന സമയത്ത് ഇവന്മാർ ഓടി ഈ റോഡിന്റെ ഇടത്തോളത്തൂടെ ഓടിക്കളഞ്ഞു. അങ്ങനെ ഇന്നലെ രാത്രി ഈ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവായ നമ്മുടെ മതില് ഇവര് സാമൂഹ്യ വിരുദ്ധന്മാര് രാത്രിയിൽ വന്ന് ഇരുട്ടിന്റെ മറവിൽ തല്ലി തകർത്ത് നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാത്രി തന്നെ പോയി പരാതി എഴുതി രേഖാമൂലം കൊടുക്കുകയും ആ പരാതി പോലീസ് അന്വേഷിക്കുന്നതിനൂടെ വരികയും ചെയ്തിട്ടുണ്ട്. ശരിയായ ദിശയിൽ അന്വേഷിച്ച് പോലീസ് ഇതിന്റെ കുറ്റക്കാർക്കെതിരായ നടപടികൾ സ്വീകരിക്കണം, നഷ്ടപരിഹാരം ഈടാക്കി തരണം. അല്ലാതെ വശം ഞങ്ങൾ തീർച്ചയായിട്ടും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഏതറ്റം വരെ ആണെങ്കിലും ഇതിന്റെ നീതി നമുക്ക് ലഭ്യമാകുന്നത് വരെ ഈ അർദ്ധരാത്രി നടന്ന ഈ സാമൂഹ്യ വിരുദ്ധ ആക്രമണം ചെറുക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ നിയമപരമായി ശ്രമിക്കുന്നതായിരിക്കും. ഇതിനകത്ത് ഞങ്ങൾക്ക് ചില ആളുകളെ സംശയമുണ്ട്. ആ ആളുകളുടെ പേരുകൾ നമ്മൾ ഇപ്പൊ പറയുന്നില്ല. പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ അവരോട് ഈ കാര്യങ്ങൾ, ആ വിവരങ്ങളെല്ലാം ഞങ്ങൾ പങ്കുവയ്ക്കുകയും നിയമത്തിന്റെ മുമ്പിൽ ആ കുറ്റവാളികളെ കൊണ്ടുവരാനുള്ള അവസാന പരിശ്രമം വരെ ഞങ്ങൾ കൃത്യമായി നടത്തുകയും ചെയ്യും.